ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 54-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു ആലു ഇമ്രാനിലെ 30 തുടങ്ങി 37 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വിഷയം, യുദ്ധരംഗത്ത് അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ സമയത്ത് ഒരു സത്യവിശ്വാസിയായ ഒരാൾ അവിശ്വാസിയായ ഒരാളോട് സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്നാണ് പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, ഒരിക്കലും അവിശ്വാസിയായ ഒരാളെ രക്ഷാധികാരിയായോ അല്ലെങ്കിൽ ഒരു ഉറ്റ മിത്രമായോ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല യുദ്ധത്തിൻ്റെ സമയത്ത്. പിന്നെ ഇനി നിങ്ങൾ മനസ്സിൽ എന്തൊക്കെ തന്നെ ഒളിപ്പിച്ചു വെച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ വെളിവാക്കിയാലും അതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. ആകാശഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞതല്ലേ. അപ്പം ഇനി അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് അടുത്തൊരു 3 ആയത്തുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه വല്ലാഹു റഊഫും ബിൽ ഇബാദ്. ഇതിൽ അള്ളാഹു പറയണമെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ തന്നെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചാലും അല്ലെങ്കിൽ അത് നിങ്ങൾ വെളിവാക്കിയാലും അള്ളാഹു അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇനി ഇവിടെ പറയാണ്, നിങ്ങൾ എന്ത് നന്മ ചെയ്താലും, ഇനി അത് തിന്മയാണ് ചെയ്തെങ്കിലും ഇതൊക്കെ നിങ്ങളൊരു ദിവസം നിങ്ങൾ തന്നെ കാണും. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം, അതായത് ഖിയാമത്ത് നാളിൽ ഓരോരുത്തരും പ്രവർത്തിച്ചത് എന്താണെന്ന് നിങ്ങൾ കാണും. അന്ന് ഈ തിന്മ പ്രവർത്തിച്ച ആളുകൾ വിചാരിക്കും, ഈ തിന്മയും ഞാൻ പ്രവർത്തിച്ച ഈ തിന്മകളും ഞാനും തമ്മിൽ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന്, അതായത് അത് എന്നിൽ നിന്ന് വിട്ടുപോയെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മളുടെ തിന്മകളെ കാണുമ്പോൾ. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നിങ്ങളെപ്പോഴും എന്താണ്, അള്ളാഹുവിനെ കുറിച്ച് ജാഗരൂകരായിരിക്കണം. എപ്പോഴും ഏതൊരു വിഷയം ചെയ്യുമ്പോഴും അള്ളാഹുവിനെ കുറിച്ച് സൂക്ഷ്മത പുലർത്തണം എന്ന് അള്ളാഹു ഇവിടെ താക്കീത് ചെയ്യാണ്. അപ്പോൾ അള്ളാഹു എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ എന്താണ്, ഞാൻ എൻ്റെ അടിയാന്മാരോട് ദയയുള്ളവനാണ്. അള്ളാഹു നമുക്ക് ഒരുപാട് പുറത്തു തരുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെയാണ് അള്ളാഹു ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആയത്ത് നോക്കാം. യൗമ ദിവസം, തജിദു, വജദ എന്ന് വെച്ചാൽ കണ്ടു എന്നാണ്. അപ്പോൾ തജിദു കാണുന്നു, കുല്ലു നഫ്സിൻ ഓരോ ആത്മാവും, കുല്ലെന്ന് ചെല്ലാം, നഫ്സ് ആത്മാവ് അല്ലെങ്കിൽ ഓരോ ആളുകളും കാണുന്ന ദിവസം, മാ അമിലസ് എന്താണോ അവർ പ്രവർത്തിച്ചു വെച്ചിട്ടുള്ളത് അത് കാണും, മിൻ ഖൈരിൻ നന്മയായിട്ട്, മുഹ്ലറൻ ഹാജരാക്കപ്പെട്ടതായി. ഹാലർ എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ നന്മയൊക്കെ പ്രവർത്തിച്ചത് നമ്മൾ നേരിട്ട് കാണും. വമാ അമിലത്ത് മിൻ സൂഇൻ, സൂ എന്ന് വെച്ചാൽ ഏറ്റവും മോശം, നമ്മൾ പ്രവർത്തിച്ചതിലെ ഏറ്റവും മോശവും നമ്മൾ കാണും. ഇത് രണ്ടും കാണുന്ന ഒരു ദിവസമുണ്ട്. തവദ്ദു, വദ്ദാന്ന് വെച്ചാൽ ആഗ്രഹിച്ചു, മോഹിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നമ്മൾ കൊതിച്ചു പോവും. എന്ത്, ലൗ അന്ന ബൈനഹ, ലൗ എങ്കിൽ, അന്ന നിശ്ചയമായും, ബൈനഹ, ബൈനെന്ന് വെച്ചാൽ ഇടയിൽ, ബൈനഹ അതിൻ്റെ ഇടയിൽ, വ ബൈനഹു എന്താണ്, ആ തിന്മയുടെയും ഇടയിൽ, ആ ആത്മാവിൻ്റെയും ആ ആളുടെയും തിന്മയുടെയും ഇടയിൽ, അമദൻ, അമദൻ എന്ന് വെച്ചാൽ അകലം, ബഈദ വിദൂരമായ, ഭയങ്കര അകലം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മദ് എന്നൊക്കെ പറയില്ല. മദ്ദാന്ന് വെച്ചാൽ എന്താ, നീട്ടാനാണല്ലേ മദ്. അപ്പം അമദാന്ന് വെച്ചാൽ നീട്ടം, ആ അകലം ഉണ്ടായിരുന്നെങ്കിൽ, വിദൂരമായ അകലം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ കൊതിച്ചു പോകും. വയുഹദ്ദിറുക്കുമുള്ള, ഹദറാൻ എന്താണ്, ഹദറ താക്കീത് ചെയ്യുന്നു. ആര്, അള്ളാഹു നിങ്ങളെ താക്കീത് ചെയ്യുന്നു. നഫ്സ തന്നെക്കുറിച്ച് തന്നെ, അതായത് അള്ളാഹുവിനെ കുറിച്ച് തന്നെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു വളരെ കനിവുള്ളവനാണ്, റഊഫാണ് അല്ലേ, ദയയുള്ളവനാണ്. ബിൽ ഇബാദ് അടിമകളെ പറ്റി, അള്ളാഹുവിൻ്റെ അടിമകളോട് വളരെ ദയയുള്ളവനാണ് അള്ളാഹു എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞു തരുന്നത്.
ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണം എന്താ വെച്ചാൽ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയണ്ടല്ലേ. ആ സമയത്ത് ജീവിച്ചിരുന്ന എല്ലാവരും അല്ലേ, അറബികൾ മുശ്രിക്കുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അവരും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ബനു ഇസ്രായേലിൽ വേദക്കാരും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അറബി ബൈബിൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവത്തിനെ സംബോധന ചെയ്തിട്ടുള്ള എന്താണ്, അള്ളാഹു എന്നാണ്. അപ്പോൾ അവരും അള്ളാഹു എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ അള്ളാഹു പറയാണ്, നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കണവരാണല്ലോ, അങ്ങനെയാണെങ്കിൽ എന്നെ സ്നേഹിക്കണോ, ഒരു അടയാളം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നിങ്ങളൊക്കെ അള്ളാഹുവിനെ സ്നേഹിക്കണവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം. ഞാൻ എന്താണോ ചെയ്യുന്നത് അത് പിൻപറ്റണം, അല്ലെങ്കിൽ ഞാൻ എന്താണോ പറയുന്നത് അതിനെ പിൻപറ്റണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനായിട്ട് അള്ളാഹു കൽപ്പിക്കുകയാണ്. കുൽ, നീ പറയുക എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയാൽ എന്തുണ്ടാവും, അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുക മാത്രമല്ല, ഇഷ്ടപ്പെട്ടാൽ എന്തുണ്ടാവും, അള്ളാഹു നിങ്ങളുടെ തെറ്റുകളൊക്കെ പുറത്തു തരും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, നിങ്ങളോട് വളരെ കരുണയുള്ളവനാണ് എന്നാണ് അടുത്ത ആയത്തിൽ പറയണത്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് അള്ളാഹുവിന് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. പിൻപറ്റുക എന്ന് വെച്ചാൽ എന്താണ്, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയലാണോ പിൻപറ്റൽ, നബി ചര്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പഠിപ്പിച്ചു തന്നത് അല്ലെങ്കിൽ എന്താണോ നമുക്ക് കാണിച്ചു തന്നത് അതിനെ പൂർണ്ണമായും പിൻപറ്റലാണ്. അല്ലാണ്ട് നബിയുടെ സ്നേഹം, നബിയോടുള്ള സ്നേഹം എന്നും പറഞ്ഞ് കുറേ മദ്ഹ് പാടി കുറേ സ്വലാത്ത് ചൊല്ലി ഭയങ്കര മൈക്കൊക്കെ വെച്ച് ആളുകളെ കൂട്ടി നടത്തലല്ല സ്നേഹം എന്ന് പറയുന്നത്. നബിചര്യ എന്താണോ അതിനെ പിൻപറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം സ്വഹാബികൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഈ മദ്ഹ് പാടി ഭയങ്കര ബഹളം വെച്ച് ഒന്നും കുറേ പലഹാരം ഉണ്ടാക്കി അല്ലെങ്കിൽ ഉത്സവം നടത്തി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചത് അതിനെ പിൻപറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആയത്ത് നോക്കാം. കുൽ, നീ പറയുക, ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ആര്, തുഹിബ്ബൂന അല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഫത്തബിഊനി, ഫ എന്നാൽ ഇത്തബ, പിൻപറ്റി, അപ്പോൾ നിങ്ങൾ പിൻപറ്റുവിൻ. ഫത്തബിഊനി, നീ എന്ന് വെച്ചാൽ എന്നെ, എന്നാൽ നിങ്ങൾ എന്നെ പിൻപറ്റുവിൻ. യുഹിബ്ബുക്കും, യുഹിബ്ബുക്കും എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളെ ഇഷ്ടപ്പെടും. ആര്, അള്ളാഹു. യുഹ്ബിബുക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും, അള്ളാഹു സ്നേഹിച്ചാൽ എന്തുണ്ടാവും, നിങ്ങൾക്ക് പുറത്തു തരും. ലക്കും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. അപ്പോൾ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിലും നമ്മളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണമെങ്കിലും എന്താണ്, നമ്മൾ നബിചര്യ പിൻപറ്റി ജീവിക്കണം എന്നാണ്. അപ്പോൾ ഒരിക്കലും ഖുർആൻ മാത്രമല്ല അല്ലേ, നബിചര്യ ഹദീസുകൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചിലർ പറയും ഹദീസ് എന്തിനാണ്, ഖുർആൻ മാത്രം മതിയല്ലോ എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരിക്കലും ഖുർആൻ മാത്രമല്ല, ഈ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരുപാട് വഹികൾ കിട്ടിയിട്ടുണ്ടല്ലേ. വഹി കിട്ടിയ എല്ലാ കാര്യവും ഖുർആനിലില്ലല്ലോ. ഖുർആനിലില്ലാത്ത പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഖുർആനും വഹികളും അല്ലെങ്കിൽ സുന്നത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും നമ്മൾ പൂർണ്ണമായും പിൻപറ്റണം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക. ഇനി ആരെങ്കിലും ഇതിൽ നിന്നും തിരിഞ്ഞു പോയാൽ, ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയാൽ എന്തായാലും അള്ളാഹുവിന് അവിശ്വാസികളെ ഇഷ്ടമല്ല, അള്ളാഹു സ്നേഹിക്കുകയില്ല എന്ന് അള്ളാഹു വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാണ്. വഖുൽ, നീ പറയുക, അത്തീഉല്ലാഹ, എന്ന് വെച്ചാൽ എന്താണ്, അനുസരിച്ചു എന്നാണ്. അപ്പോൾ അത്തീഉല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുവിൻ, വർ റസൂല, അള്ളാഹുവിൻ്റെ ദൂതനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുവിൻ. ഫ ഇൻ തവല്ലൗ, വല്ല എന്ന് വെച്ചാൽ തിരിഞ്ഞു പോവുക. അപ്പം ഫ എന്നാൽ അല്ലെങ്കിൽ എന്നിട്ട്, ഇൻ തവല്ലൗ നിങ്ങൾ തിരിഞ്ഞു പോയെങ്കിൽ, ഫ ഇന്നല്ലാഹ എന്നാൽ നിശ്ചയമായും അള്ളാഹു ലാ യുഹിബ്ബു ഇഷ്ടപ്പെടുന്നില്ല, ആരെ, അൽ കാഫിരീൻ അവിശ്വാസികളായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ഭാഗം 1 തുടങ്ങി 32 വരെയുള്ള ആയത്തുകൾ ഇവിടെ തീർന്നു. ഇനി അടുത്തൊരു ഭാഗത്തിലോട്ടാണ് നമ്മൾ കടക്കണേ. ഇവിടെയാണ് ഇമ്രാൻ കുടുംബത്തിനെ കുറിച്ചിട്ടൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ആയത്ത് നോക്കാം നമുക്ക്. ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇമ്രാന അലൽ ആലമീൻ. തീർച്ചയായും അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആരെയൊക്കെയാണ് അള്ളാഹു തിരഞ്ഞെടുത്തത്? ആദം അലൈഹി ഇസ്ലാമിനെ, അത് കഴിഞ്ഞ് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ, പിന്നെ ഇബ്രാഹീമിൻ്റെ കുടുംബത്തെയും ഇമ്രാൻ്റെ കുടുംബത്തെയും അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദം അലൈഹി ഇസ്ലാം ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ.
അബുൽ ബഷർ, മനുഷ്യരുടെ എല്ലാം പിതാവാണ് ആദം അലൈഹിസ്സലാം. അത് കഴിഞ്ഞിട്ട് ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ വരണ പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. അതിനിടയിലും വേറെ പ്രവാചകന്മാർ ഇദ്രീസ് അലൈഹിസ്സലാമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ നൂഹ് നബിയുടെ കാലത്താണ് ഒരു പ്രളയമുണ്ടായി. അന്ന് നൂഹ് നബിയുടെ ജനത, അന്ന് ഉണ്ടായിരുന്ന വിശ്വാസികൾ മാത്രമായി ബാക്കി എല്ലാവരെയും നശിപ്പിച്ച് കളയുണ്ടല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ പിതാവ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ പിതാവിൻ്റെ സ്ഥാനമാണ് ആര്? നൂഹ് നബി അലൈഹിസ്സലാമിന്. അപ്പോൾ അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാമിനെ എടുത്ത് പറയാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ആല ഇബ്രാഹിം, അല്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ എന്താണ്, ഏത് മില്ലത്താണ് നമ്മൾ പിൻപറ്റേണ്ടത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മില്ലത്താണല്ലേ പിൻപറ്റേണ്ടത്. അപ്പോൾ അള്ളാഹു പറഞ്ഞു ഇബ്രാഹിമിൻ്റെ കുടുംബത്തെയും, കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തിലാണ് പിന്നെ തുടരെ പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. പിന്നെ പറയുന്നത് ആല ഇമ്രാൻ കുടുംബത്തെയും അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. അലൽ ആലമീൻ, ലോകരിൽ വെച്ച്. അപ്പോൾ ലോകരിലുള്ള ആളുകളിൽ വെച്ച് ഈ 4 കൂട്ടരെയും അള്ളാഹു പറയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആല ഇമ്രാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇമ്രാൻ എന്ന് പറയുന്നത് മറിയം ബീവിയുടെ പിതാവിൻ്റെ പേരാണ് ഇമ്രാൻ. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെയും പിതാവിൻ്റെ പേരും ഇമ്രാൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇമ്രാൻ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെയും പിതാവിനെ കുറിച്ചിട്ടാണെന്നാണ് ഒരു അഭിപ്രായം. പിന്നെ പറയണത് എന്താണ്, മറിയം അലൈഹി സ്വലാമിൻ്റെ പിതാവിനെ കുറിച്ചിട്ടാണെന്നാണ് മറ്റൊരു അഭിപ്രായം. തുടർന്നുള്ള ആയത്തുകൾ എന്തായാലും മറിയം ബീവിനെ കുറിച്ചിട്ടാണ് പറയണത്. അപ്പോൾ മറിയം ബീവിയുടെ പിതാവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞതെന്നാണ് കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഇമ്രാൻ കുടുംബം എന്ന് പറയുന്നത് ഇസ്രായേലിൽപ്പെട്ട ഒരു പ്രധാന ശാഖയാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകന്മാരെ മാത്രമല്ലല്ലേ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് ഖുർആനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതിപ്പോൾ ഇവിടെ പറഞ്ഞു ഇമ്രാൻ കുടുംബത്തെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ മറിയം ബീവി ഒരിക്കലും പ്രവാചകനല്ല അല്ലേ, എന്നിട്ടും മറിയം ബീവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലുക്മാൻ അലൈഹിസ്സലാമിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ലുക്മാൻ അലൈഹിസ്സലാം പ്രവാചകനാണെന്ന് ഈ നമ്മൾ പ്രധാനപ്പെട്ട 25 പ്രവാചകന്മാരുടെ പേരുകൾ പറയണതിൽ ലുക്മാൻ അലൈഹിസ്സലാമിൻ്റെ പേരില്ല. 2 അഭിപ്രായമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെയും അള്ളാഹു ഹിക്മത്ത് നൽകി, വിജ്ഞാനം നൽകി എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവിന് വഹി നൽകി എന്ന് അള്ളാഹു പറയുന്നുണ്ട് അല്ലേ. മൂസാ നബി അലൈഹി സ്വലാം ജനിച്ചപ്പോൾ പെട്ടിയിലാക്കി പുഴയിൽ ഒഴുക്കാനുള്ള വഹി നൽകിയത് അള്ളാഹുവാണ്. അപ്പം അങ്ങനെ അള്ളാഹു മനുഷ്യരിൽ നിന്ന് പ്രവാചകന്മാരെ അല്ലാണ്ട് തിരഞ്ഞെടുത്തതായിട്ട് ഖുർആൻ പലതരത്തിൽ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും ഇവിടെ എന്താണ്, മറിയം ബീവിയുടെ പിതാവ് തന്നെയാണെന്നാണ് കൂടുതൽ മുൻഗണന നൽകണത്. ഇനി അടുത്തത് പറയാണ് അള്ളാഹു, ഇവരിലെ ചിലരിൽ നിന്നുള്ള സന്തതികളാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. കാരണം ഇവരെല്ലാവരും കണക്റ്റഡ് ആണ് അല്ലേ. ഒരു വലിയ തലമുറയുടെ നമ്മൾ ആദം നബി തൊട്ടിങ്ങോട്ട് നോക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ സന്താന പരമ്പരകളിൽ പെട്ടവർ തന്നെയാണ്. ദുര്രിയത്താൻ ബഅ്ലുഹാ മിൻ ബഅ്ൽ, ദുര്രിയത്ത് എന്ന് വെച്ചാൽ സന്തതികൾ, ബഅ്ലുഹ എന്ന് വെച്ചാൽ അവയിൽ ചിലർ, മിൻ ബഅ്ൽ ചിലരിൽ നിന്നുള്ളവരാകുന്നു എന്നാണ് പറയണത്. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു ഏറ്റവും നന്നായി കേൾക്കുന്നവരാണ്, ഏറ്റവും നന്നായി അറിയുന്നവരാണ് എന്നാണ് പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത ആയത്തിൽ പറയണത് എന്താണ്, മറിയം അലൈഹിസ്സലാമിൻ്റെ അല്ലെങ്കിൽ മറിയം ബീവിയുടെ മാതാവിനെ കുറിച്ചിട്ടാണ് പറയണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറിയം ബീവിയുടെ പിതാവിൻ്റെ പേരാണ് ഇമ്രാൻ, പിന്നെ മാതാവാണ് ഹന്ന. ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ മറിയം ബീവിയുടെ ഉമ്മ ഗർഭിണിയായ സമയത്ത് ഇങ്ങനെ ഒരു നേർച്ച നേരാണ്, എനിക്ക് ഉണ്ടാവണം, ഞാൻ പ്രസവിക്കണ കുട്ടീനെ ഈ ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിചരണത്തിന് വേണ്ടിയിട്ട്, അവിടുത്തെ ആരാധനാകർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വഴിപാടാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് അവർ നേർന്നു. മറിയം അലൈഹിസ്സലാം ജനിക്കണതിന് മുമ്പ് തന്നെ പിതാവായ ഇമ്രാൻ മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആൺകുട്ടികളെ നേർച്ചയാക്കണ ഒരു പതിവ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ നേർച്ച നടത്തുമ്പോൾ ഈ മറിയം ബീവിയുടെ ഉമ്മാക്ക് അറിയൂല ഇതാണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല. അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം ആൺകുട്ടിയാവണം എന്ന്. എന്തായാലും നേർച്ച നേർന്നു. അപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ ബക്കറയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളൊരു കാര്യം നിർബന്ധമല്ലാത്തൊരു കാര്യം നമ്മൾ നേർച്ചയാക്കിയാൽ അത് നമുക്ക് നിർബന്ധമായി മാറും. അപ്പോൾ ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് ഇനി ഇവിടെ പറയണത്, അടുത്ത ആയത്തിൽ പറയണത്. ഇദ് ഖാലത്ത് ഇമ്രാത്തു ഇമ്രാൻ, ഇതെന്ന് വെച്ചാൽ ഒരു സന്ദർഭമാണ്. ഖാലത്ത് പറഞ്ഞ സന്ദർഭം. ഖാല എന്നുള്ളത് ഖാലത്ത് ആയത് എന്താണ്, സ്ത്രീലിംഗമായതുകൊണ്ടാണല്ലേ. ഇനി പറയാൻ പോണത് ഇമ്രാൻ്റെ ഭാര്യനെ കുറിച്ചിട്ടാണ്. ആരാണ് പറഞ്ഞത്? അപ്പോൾ ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം. ഇമ്രാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീ എന്നാണ് അർത്ഥം ഇമ്രാൻ. അപ്പോൾ ഇമ്രാൻ്റെ സ്ത്രീ എന്ന് വെച്ചാൽ ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്?
റബ്ബി എൻ്റെ റബ്ബേ ഇന്നീ നെതർത്തുലക്ക നിശ്ചയമായും ഞാൻ നെതറാൻസ് എന്താണ് നേർച്ചയാക്കിയിരിക്കുന്നു ലക്ക നിനക്ക് നേർച്ചയാക്കിയിരിക്കുന്നു മാഫി ബത്തുനി മാന്ന് വെച്ചാൽ എന്താണോ ഫീ ബത്തുനി എൻ്റെ വയറ്റിലുള്ളതിനെ ഞാൻ അള്ളാഹുവിന് നേർച്ചയാക്കിയിരിക്കുന്നു മുഹറൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രമാക്കപ്പെട്ട നിലയിൽ നിന്ന് സ്വാതന്ത്ര്യമാക്കപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യത്തിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഈ അള്ളാഹുവിന് വേണ്ടി മാത്രം അള്ളാഹുവിൻ്റെ ഈ ആരാധനാലയത്തിൽ പരിപാലിക്കാനും അവിടുത്തെ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഫതഖബ്ബൽ മിന്നി അതിനാൽ ഇത് എന്നിൽ നിന്നും സ്വീകരിക്കണമേ. നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ട് പറഞ്ഞു അല്ലേ, കഅബ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് അവർ അപ്പോൾ പ്രാർത്ഥിച്ചെന്താണ്, ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ. അതേ കാര്യം തന്നെയാണ് ഇവിടെ മറിയം ബീവിയുടെ ഉമ്മ പറയണതും. അപ്പോൾ നമ്മൾ പിന്നെയും നമ്മളൊന്ന് ഓർപ്പിക്കണം, നമ്മൾ ഏതൊരു കാര്യം അള്ളാഹുവിന് വേണ്ടി ചെയ്യുമ്പോഴും നമ്മളത് പ്രാർത്ഥിക്കണം അല്ലേ. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ അള്ളാഹു ഇത് എന്നിൽ നിന്നും സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ ഹന്ന പറഞ്ഞത് എന്താണ്, ഞാൻ എൻ്റെ വയറ്റിലുള്ളതിനെ അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കിയിരിക്കുന്നു സ്വതന്ത്രനാക്കപ്പെട്ട നിലയിൽ. അതെ, വേറെ ഒരു കാര്യത്തിനും നമ്മളിപ്പോൾ ഒരു കുട്ടിയെന്ന നിലയിൽ മാതാവിനോട് ഒരുപാട് കടമകളുണ്ടാവും അല്ലേ, അതിനൊന്നും നിൽക്കാണ്ട് മൊത്തത്തിൽ സ്വതന്ത്രമാക്കിക്കൊണ്ട് ഞാൻ അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഇത് എന്നിൽ നിന്നും ഇത് സ്വീകരിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഇന്നക അൻത സമീഉൽ അലീം തീർച്ചയായും നീ, അതായത് തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്നാണ് ഈ ഒരായത്ത് പറയണത്. ഇനി മറിയം അലൈഹി ഇസ്ലാമിൻ്റെ ജനനത്തെക്കുറിച്ചിട്ടാണ് പറയണത്. അങ്ങനെ നേർച്ചയാക്കിയത് ഒരു ആൺകുട്ടിയാകുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അതേ പെൺകുട്ടിയാണ്. അപ്പോൾ അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹു ഏതൊരു പെൺകുട്ടിയായി പോയല്ലോ, ഒരിക്കലും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ പോലെ അല്ലല്ലോ എന്നാണ് ഇവിടെ പറയണത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി എന്താണ്, അള്ളാഹ്ക്കറിയാം, നീ എന്താണോ പ്രസവിച്ചത് അതിനെക്കുറിച്ച് അള്ളാഹുവിന് അറിയാമെന്ന് പറഞ്ഞു. എന്നിട്ട് മറിയം ബീവിയുടെ ഉമ്മ പറയാണ്, ഞാൻ അവൾക്ക് മറിയം എന്ന് പേര് വെക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. നമ്മളവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമല്ലേ. ഇവിടെ പറഞ്ഞെന്താണ്, പിശാചിൽ നിന്നും ഞാൻ എൻ്റെ കുട്ടിയെയും എൻ്റെ കുട്ടിയുടെ മകളുടെ സന്തതികളെയും, അതായത് തുടർന്നുള്ള തലമുറയെയും ഞാൻ അള്ളാഹുവിനോട് പിശാചിൽ നിന്നും ശരണം തേടുന്നു എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ആ ആയത്തിലോട്ട് നമുക്ക് നോക്കാം. ഫലമ്മ വളഅത, ഫ എന്ന് വെച്ചാൽ അപ്പോൾ, അങ്ങനെ, ലമ്മ അപ്പോൾ, വളഅത്ഹ എന്ന് വെച്ചാൽ വെച്ചു എന്നർത്ഥമുണ്ട്, പ്രസവിച്ചു എന്നൊക്കെ അർത്ഥമുണ്ടാവും. വളഅത്ഹ എന്നിട്ട് അതിനെ അവൾ പ്രസവിച്ചു, ആരെ, ആ കുട്ടിയെ പ്രസവിച്ചു. ഖാലത്ത് അപ്പോൾ അവൾ പറഞ്ഞു, റബ്ബി എൻ്റെ റബ്ബേ, ഇന്നി വളഅത്ഹ ഉൻസ ഞാൻ അതിനെ പ്രസവിച്ചത് പെണ്ണായിട്ടാണല്ലോ, അപ്പം അല്ലെങ്കിൽ ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണല്ലോ റബ്ബേ എന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ അല്ലാഹു അഅലം, അള്ളാഹു പറയാണ്, അല്ലാഹു അഅലം അള്ളാഹു അറിയുന്നതാണ്, ബിമാ വളഅത്ത് അവൾ പ്രസവിച്ചതിനെ പറ്റി അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്. വലൈസ ദക്കറു കൽ ഉൻസ ഒരിക്കലും ഒരു ആണല്ല, ലൈസ ദക്കറു ദക്കറാന്ന് വെച്ചാൽ ആണല്ല, കൽ ഉൻസ ഒരു പെണ്ണിനെ പോലെയല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അല്ലെങ്കിൽ ഇത് അള്ളാഹു പറഞ്ഞതാവാം, അല്ലെങ്കിൽ മറിയം ബീവിയുടെ മാതാവ് പറഞ്ഞതായിരിക്കാം. ഒരിക്കലും ഒരു ആൺകുട്ടിയെ പോലെ അല്ലല്ലോ പെൺകുട്ടി, നമ്മളൊരു ആൺകുട്ടീനെയാണ് നേർച്ചയാക്കാറുള്ളത്. അപ്പോൾ ഒരു ആൺകുട്ടി ചെയ്യണ മാതിരി കാര്യങ്ങൾ അത്രയും നന്നായിട്ടും ചെയ്യാനായിട്ട് ഒരു പെൺകുട്ടിക്ക് കഴിയില്ലല്ലോ എന്നാണ് പറയണത്. ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും അവർ പ്രാർത്ഥനയിൽ മുഴുകാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് ഇളവുകളുണ്ട് അല്ലേ, ശാരീരികമായ പ്രകൃതി കൊണ്ട് തന്നെ പെൺകുട്ടികളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉമ്മ പറയാണ്, വ ഇന്നി സമ്മൈതുഹ നിശ്ചയമായും ഞാൻ അവൾക്ക് പേര് വെച്ചിരിക്കുന്നു, മറിയം എന്ന് പേര് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മറിയം ബീവിയുടെ പിതാവ് ആ സമയത്തില്ല അല്ലേ. പേരിട്ടത് ആരാണ്, ഉമ്മയായ ഹന്നയാണ് പേരിട്ടത്, മറിയം എന്ന് പേരിട്ടു. വ ഇന്നി ഒയ്തുഹ പിന്നെ അത് പേരിട മാത്രമല്ല, അപ്പം തന്നെ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ അവൾക്ക് ശരണം തേടുകയും ചെയ്യുന്നു, ബിക്ക നിന്നോട്, അള്ളാഹുവെ നിന്നോട് ഞാൻ ശരണം തേടുകയും ചെയ്യുന്നു. വദുരിയതഹ അവളുടെ സന്തതികൾക്കും, ആ കുട്ടിക്ക് മാത്രമല്ല മറിയം ബീവിയുടെ കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. മിനശ്ശൈത്വാനിർ റജീം ആട്ടപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ ശരണം തേടുന്നു റബ്ബേ എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മറിയം ബീവി വളർന്നത് ബൈത്തുൽ മുഖദ്ദസിലാണ്. ഈ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പള്ളി പരിപാലിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിയോഗിച്ചത് ആരെയാണ്, ഒരു പെണ്ണിനെയാണ് അല്ലേ, മറിയം ബീവിനെയാണ്.
അപ്പോൾ ഈ മെഹ്റാബിലാണ് താമസിച്ചിരുന്നത് ഈ മറിയം അലൈഹിസ്സലാം. അതായത് മെഹ്റാബ് എന്ന് വെച്ചാൽ പ്രാർത്ഥനാ മണ്ഡപം. ഇപ്പം നമ്മളിപ്പോൾ പറയണ മിമ്പർ അല്ല, ശരിക്കും മെഹ്റാബ് എന്ന് വെച്ചാൽ ഒരു പ്രാർത്ഥനയുടെ ഒരു വലിയ സ്ഥലമാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് മറിയം ബീവി താമസിച്ചിരുന്നത്. മറിയം ബീവിയുടെ സംരക്ഷണം ഏറ്റെടുത്തത് സക്കരിയ അലൈഹിസ്സലാമാണ്. മറിയം ബീവിയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവാണ് സക്കരിയ അലൈഹിസ്സലാം. ഈ മറിയം ബീവിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് ആരാണെന്ന് തീരുമാനിക്കാനായിട്ട് ഈ പുരോഹിതന്മാർക്കിടയിൽ ഒരു നറുക്കെടുപ്പ് നടത്തി. അപ്പോൾ അതിൽ നറുക്ക് വീണത് സക്കരിയ അലൈഹിസ്സലാമിനായിരുന്നു. സക്കരിയ അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിലെ പുരോഹിതന്മാരുടെ തലവനായിരുന്നു. പിന്നെ മറിയം ബീവിയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവും കൂടിയായിരുന്നു. അങ്ങനെ മറിയം ബീവി അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിലും പ്രത്യേക പരിഗണനയിലും ഈ പുരോഹിതന്മാരുടെയൊക്കെ പൊതുവെയുള്ള ലാളനയിലും ഒക്കെ ആണ് വളർന്നത്. ഈ പള്ളിയിലെ മെഹ്റാബ് നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ ഇപ്പോൾ കാണുന്ന ഇമാമിൻ്റെ മിമ്പർ അല്ല ഉദ്ദേശം. നമ്മൾ ഈ ക്രിസ്തീയ പള്ളികളിലൊക്കെ കണ്ടിരുന്ന അവിടുത്തെ പുരോഹിതന്മാരും പരിചാരകന്മാരും ഒക്കെ പ്രാർത്ഥനാ കർമ്മങ്ങൾ നടത്താൻ വേണ്ടി പ്രത്യേകം സജ്ജമാക്കപ്പെട്ട ഒരു സ്ഥലമാണിത്. അത് കുറച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നും കുറച്ച് ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിനാണ് ആ പ്രാർത്ഥനാ മണ്ഡപത്തെയാണ് മെഹ്റാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ആയിരുന്നു ഈ മറിയം അലൈഹിസ്സലാം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്ത ആയത്തിൽ പറയണത് ഇതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിൽ ഒരു നല്ലതായ വളർത്തൽ വളർത്തി സക്കരിയ അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചു കൊടുത്തു. കഫീലായിട്ട് ഏറ്റതാരാണ്? സക്കരിയ അലൈഹിസ്സലാമാണ് ഏറ്റെടുത്തത്. പിന്നെ ഓരോ പ്രാവശ്യം ഈ സക്കരിയ അലൈഹിസ്സലാം ഈ മറിയം ബീവിയുടെ റൂമിലോട്ട് ചെല്ലുമ്പോൾ, ആ മെഹ്റാബിലോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്? അവിടെ നല്ല നല്ല മുന്തിയ തരം ആഹാരങ്ങൾ ഇരിക്കണ കാണാം. അപ്പോൾ സക്കരിയ അലൈഹിസ്സലാം മറിയമിനോട് ചോദിക്കും, മോളെ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ മറിയം അലൈഹിസ്സലാമിൻ്റെ മറുപടി ഇതായിരുന്നു, ഇതൊക്കെ എനിക്ക് അള്ളാഹു തന്നതാണ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിന്നാണെന്ന് പറയും. അപ്പോൾ എന്നിട്ട് പറയുന്ന ഒരു ആയത്താണ് എന്താണ്? അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഉപജീവനം അല്ലെങ്കിൽ ആഹാരം റിസക്ക് ഏറ്റവും കണക്കില്ലാതെ നൽകുന്നു എന്നാണ് അടുത്ത ആയത്തിൽ പറയണത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സക്കരിയ അലൈഹിസ്സലാം അത്ഭുതത്തോടു കൂടി ചോദിക്കണ്ടല്ലോ, ഇത് എവിടെ നിന്നാണ് മോളെ ഇതൊക്കെ കിട്ടിയതെന്ന് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് അവിടെ കണ്ടിരുന്ന ഫ്രൂട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സീസണലല്ല. ഉഷ്ണകാലത്ത് കിട്ടണ ഫ്രൂട്ട്സ് ശൈത്യകാലത്ത് കാണാം, ശൈത്യകാലത്ത് കിട്ടണ ഫ്രൂട്ട്സിനെ ഉഷ്ണകാലത്തും കാണാം. അതായത് ആ ഒരു സീസണിൽ അവിടെ ഉണ്ടാവാത്ത തരം ഫ്രൂട്ട്സുകളൊക്കെയാണ് റൂമിൽ കണ്ടിരുന്നത്. പിന്നെ വേറൊരു അഭിപ്രായം പറയണത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സമയത്ത് ഭയങ്കര ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഈ സക്കരിയ നബി അലൈഹി സ്വലാമിന് മറിയം ബീവിക്കുള്ള ഭക്ഷണങ്ങൾ എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടണ ഒരവസരം. അപ്പോൾ നറുക്കിട്ടിട്ട് ഒരാളെ തിരഞ്ഞെടുത്തു. ജുറൈജ് എന്ന് പറഞ്ഞ ഒരാൾക്കാണ് അപ്പോൾ നറുക്ക് വീണത്. അപ്പോൾ അദ്ദേഹമാണ് മറിയം ബീവിക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അയാളാണെങ്കിൽ ആകെ വിഷമിച്ചു. ആ വിഷമം കണ്ടപ്പോൾ മറിയം ബീവി പറഞ്ഞു എന്താണ്? സമാധാനിപ്പിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിന് അന്നാന്നൊക്കെയുള്ള വക എങ്ങനെയൊക്കെയോ ലഭിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ഓഹരി കൊണ്ടുവന്ന് ഈ മറിയം ബീവിക്ക് കൊടുക്കും. അപ്പോൾ ഈ മറിയം ബീവിക്ക് കൊടുത്ത ആ ഒരു അളവിനേലും കൂടുതലായിട്ട് റൂമിൽ വന്നപ്പോൾ കണ്ടിരുന്നു എന്നാണ് വേറൊരു അഭിപ്രായം. എന്തായാലും സക്കരിയ നബി അലൈഹി സ്വലാമിന് കഴിയാത്ത രീതിയിൽ, മനസ്സിലാവാത്ത രീതിയിൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ, റിസ്ക് എന്ന് വെച്ചാൽ ഭക്ഷണം മാത്രമല്ല ഉപജീവനം എന്നാണ്, എല്ലാ സാധനങ്ങളും അവിടെ സാധാരണ കണ്ട് പരിചയമില്ലാത്ത സാധനങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ചോദിച്ചതെന്നാണ് പറയണത്. അപ്പോൾ മറിയം ബീവിയുടെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം അല്ലേ, അപ്പോൾ അതെന്തോ ഒരു പ്രത്യേക തരം കിട്ടണതാണ്. കാരണം പറഞ്ഞ എന്താണ്? ഇതൊക്കെ എനിക്ക് അള്ളാഹു തന്നതാണെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, പിന്നെ പറഞ്ഞ എന്താണ്? അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നു എന്നും മറിയം അലൈഹി സ്വലാമിൻ്റെ വാക്കുകളായിട്ട് തന്നെയാണ് അത് പറയണത്. നമുക്ക് ആയത്തൊന്ന് നോക്കാം. ഫതഖബ്ബലഹ, ഫ എന്ന് വെച്ചാൽ എന്നിട്ട്, തഖബ്ബല സ്വീകരിച്ചു, അർഹ അവളെ, അങ്ങനെ അല്ലെങ്കിൽ എന്നിട്ട് അവളെ സ്വീകരിച്ചു. അപ്പോൾ തഖബ്ബല അല്ലാഹു മിന്നാ വ മിൻകും നമ്മൾ പറയാറുണ്ടല്ലേ പെരുന്നാളിന് കാണുമ്പോൾ. അപ്പോൾ തഖബ്ബല എന്ന് വെച്ചാൽ എന്താണ്? സ്വീകരിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. തഖബ്ബല അല്ലാഹുലെ, അള്ളാഹു സ്വീകരിക്കണം എന്നുള്ള. അപ്പോൾ തഖബ്ബല എന്ന് വെച്ചാൽ സ്വീകരിച്ചു, അവളെ സ്വീകരിച്ചു. റബ്ബുഹ, അവളുടെ റബ്ബ്, ബി ഖബൂലിൻ, ഒരു സ്വീകരണം, ഹസനിൻ, നല്ലതായൊരു സ്വീകരണം. കാരണം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലും കൂടിയാണല്ലേ അവിടെ വളരുന്നത്. അങ്ങനെ അമ്പത്തഹ, അമ്പത്ത എന്ന് വെച്ചാൽ വളർത്തുകയും ചെയ്തു. നബാത്തൻ ഹസന, നല്ലതായ വളർത്തൽ. നബാത്ത് എന്ന് വെച്ചാൽ ചെടികളെ നമ്മൾ പറയുമല്ലേ. അപ്പോൾ ഇവിടെ പറയണത് എന്താണ്? നല്ലതായൊരു വളർത്തൽ അള്ളാഹു വളർത്തുകയും ചെയ്തു. വകഫലഹ, അങ്ങനെ അവളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ആർക്ക്? സക്കരിയ, സക്കരിയ അലൈഹി സ്വലാമിന് അവളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. കുല്ലമാ ദഖല അലൈഹ, അവളുടെ അടുക്കലേക്ക്, ദഖല എന്ന് വെച്ചാൽ പ്രവേശിക്കുക, പ്രവേശിക്കുമ്പോഴൊക്കെ, കുല്ലമ എപ്പോഴും, എപ്പോൾ സക്കരിയ അലൈഹി സ്വലാം അവളുടെ റൂമിലോട്ട് പ്രവേശിക്കുമ്പോൾ, സക്കരിയ അലൈഹി സ്വലാം പ്രവേശിക്കുമ്പോൾ എവിടേക്ക്? അൽ മെഹ്റാബ, പ്രാർത്ഥനാ മണ്ഡപത്തിൽ, വജദ ഇൻദഹ റിസഖ, അവിടെ ദയിരിക്കണു ഭക്ഷണങ്ങൾ. വജദ കണ്ടു, ഇൻദഹ അവളുടെ അടുക്കൽ, റിസഖ ഭക്ഷണം അല്ലെങ്കിൽ ആഹാരം അല്ലെങ്കിൽ ഉപജീവന മാർഗങ്ങൾ എന്താണോ അത്.
ഖാല അദ്ദേഹം പറഞ്ഞു, യാ മറിയം, ഹേ മറിയമേ, അന്നാലക്കി ഹാദ, ഇത് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഖാലത്ത്, അവൾ പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ല, ഇതെല്ലാം എനിക്ക് എൻ്റെ അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞു. ഇന്ന അള്ളാഹ, നിശ്ചയമായും അള്ളാഹു, യർസുഖു, അവൻ ഉപജീവനം നൽകുന്നു അല്ലെങ്കിൽ ആഹാരം നൽകുന്നു, മയ്യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, ബിഗൈരി ഹിസാബ്, യാതൊരു കണക്കും കൂടാതെ, യാതൊരു കണക്കും നോക്കാതെ അള്ളാഹു നിശ്ചയമായും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം നൽകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആദ്യത്തെ ഒരു 3 ആയത്തുകൾ എന്താണ് പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയായിരുന്നു. നമ്മൾ എന്ത് തന്നെ നന്മയായിട്ട് ചെയ്താലും എന്ത് തന്നെ തിന്മയായിട്ട് ചെയ്താലും ഇതൊക്കെ നിങ്ങൾ കാണുന്ന ഒരു ദിവസം വരാനുണ്ട്. അപ്പോൾ തിന്മ കാണുമ്പോൾ അവർ വിചാരിക്കും എന്ത്, അയ്യോ ഈ തിന്മയും ഞാനും തമ്മിൽ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നെങ്കിൽ, എന്നിൽ നിന്ന് അകന്നു പോയിരുന്നെങ്കിൽ അവർ വിചാരിക്കും, ആഗ്രഹിക്കും. പിന്നെന്താണ് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ജാഗരൂകരായിരിക്കണം എപ്പോഴും അള്ളാഹു താക്കീത് ചെയ്യാണ്. അള്ളാഹുവിൻ്റെ അടിയാന്മാരുടെ ഏറ്റവും ദയുള്ളവനാകുന്നു എന്നാണ് ആദ്യത്തെ ആയത്തിൽ പറഞ്ഞു തന്നത്. പിന്നെ പറഞ്ഞെന്താണ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം, നബിചര്യ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. നമ്മൾ എന്തൊക്കെ തന്നെ തെറ്റ് ചെയ്താലും അള്ളാഹു ഇതൊക്കെ പുറത്തു തരുന്ന കരുണാനിധിയാണെന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹുവിൻ്റെ അവിടെ ഒരു ഓർഡർ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെയും അനുസരിക്കുക. ഇനി ആരെങ്കിലും ഇത് അനുസരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരോട് അള്ളാഹു പറയാണ്, ഒരിക്കലും അവർ അള്ളാഹു സ്നേഹിക്കുകയില്ല എന്ന് പറഞ്ഞു തന്നു. എത്രയോ ക്ലിയർ ആയിട്ട് അള്ളാഹു പറഞ്ഞു തരണ്ടല്ലേ കാര്യങ്ങൾ. പിന്നെ അള്ളാഹു പറഞ്ഞത്, അള്ളാഹു തിരഞ്ഞെടുത്ത കുറച്ച് പേരെ കുറിച്ച് പറഞ്ഞു തരാണ്. ആരൊക്കെയാണ്? ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, പിന്നെ ഇബ്രാഹീമിൻ്റെ കുടുംബം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തെയും ഇമ്രാൻ്റെ കുടുംബത്തെയും അള്ളാഹു ലോകരിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവരൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. ചിലരിൽ നിന്നും ഉള്ള സന്തതികളാണ് ചിലർന്ന് പറഞ്ഞു. ഇതൊക്കെ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അള്ളാഹു ഈ പറയണ എല്ലാവരെയും, അല്ലെ, ആദം നബി അലൈഹിസ്സലാം തുടങ്ങിയുള്ള എല്ലാവരെ കുറിച്ചും അറിയുകയും ചെയ്യും, കേട്ടിട്ടുമുണ്ട്, എല്ലാം കേൾക്കുന്നവനുമാകുന്നു എന്നാണ് പറഞ്ഞത്. ഇനി പിന്നെ പറയണത് മറിയം ബീവിയുടെ ഉമ്മാനെ കുറിച്ചിട്ടാണ് പറയണത്. ഈ മറിയം ബീവിയുടെ ഉമ്മയുടെ ഒരു വർത്താനം എന്താ പറഞ്ഞത്? അള്ളാഹുവെ, എൻ്റെ വയറ്റിൽ എന്താണുള്ളത് ഞാൻ അതിനെ സ്വതന്ത്രരാക്കപ്പെട്ട നിലയിൽ നിനക്ക് വേണ്ടിയിട്ട് നേർച്ച ചെയ്തിരിക്കുകയാണ്. ഈ നേർച്ച റബ്ബെ നീ എന്നിൽ നിന്നും സ്വീകരിക്കണേ എന്ന് പറഞ്ഞു. അള്ളാഹുവെ, നീ ഇതെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്, അല്ലേ? എൻ്റെ നേർച്ചയെ കുറിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ടുമുണ്ട്, ഞാൻ എന്താണോ നേർച്ചയാക്കിയതെന്നെല്ലാം അറിയുന്നവനുമാണ് അള്ളാഹുവെ എന്ന് നീ പറഞ്ഞു. പിന്നെ അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? ഒരു പെൺകുട്ടിയാണ് പ്രസവിച്ചത്. അപ്പോൾ മറിയം ബീവിയുടെ ഉമ്മ പറഞ്ഞു, റബ്ബേ, ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയായി പോയല്ലോ, ഒരു ആൺകുട്ടിയെ പോലെ ആവൂലല്ലോ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത്? നീ എന്താണോ പ്രസവിച്ചതെന്നൊക്കെ എനിക്കറിയാം. അങ്ങനെ മറിയം ബീവിയുടെ ഉമ്മ പറയാണ്, ഞാൻ അവൾക്ക് പേര് വെച്ചിരിക്കുന്നു, മറിയം എന്ന് പേര് വെച്ചിരിക്കുന്നു. എൻ്റെ ഈ സന്താനത്തിനെയും അതിൻ്റെ സന്തതികളെയും അവളുടെ സന്തതികളെയും പിശാചിൽ നിന്ന് റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു എന്നൊരു പ്രാർത്ഥന അവിടെ നടത്തേണ്ടത്. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെ അള്ളാഹു അവളെ സ്വീകരിച്ചു, ഒരു നല്ലതായ സ്വീകരണം സ്വീകരിച്ചു. അങ്ങനെ നല്ല രീതിയിൽ അള്ളാഹു അവളെ വളർത്തി എന്നാണ് പറഞ്ഞത്. ആരെയാണ് സംരക്ഷണം ഏൽപ്പിച്ചത്? സക്കരിയ അലൈഹി ഇസ്ലാമിനെ സംരക്ഷണം ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹു അവളെ നല്ലതായ രീതിയിൽ വളർത്തി. അങ്ങനെ ഈ ബൈത്തുൽ മുഖദ്ദസിലെ മെഹ്റാബിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യവും സക്കരിയ അലൈഹി ഇസ്ലാം മെഹ്റാബിലോട്ട് കടന്നു ചെല്ലുമ്പോൾ മറിയം ബീവിയുടെ അടുത്ത് നല്ല നല്ല ഭക്ഷണങ്ങൾ ഇരിക്കണ കാണും. അപ്പോൾ ചോദിക്കും, ഇതൊക്കെ മോളെ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ തിരിച്ചുള്ള മറുപടി, ഇതൊക്കെ എനിക്ക് അള്ളാഹു തന്നതാണെന്നാണ് മറുപടി പറഞ്ഞത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അള്ളാഹു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പേജ് അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.